ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും റെസിപ്പീസും കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന് മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ പതിവ് പോലെ തന്നെ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇപ്പോഴാണ് കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ, നല്ല മഞ്ഞും തണുപ്പൊക്കെയാണ്. ഇപ്പോൾ രാവിലെ എണീറ്റ് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. എൻ്റെ ഡ്രസ്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നൈറ്റിയും നല്ല കട്ടിയുള്ള നൈറ്റിയാണ് ഇട്ടിട്ടുള്ളത്. ഉള്ളിൽ സ്വെറ്റർ ഇട്ടിട്ടുണ്ട്, സ്വെറ്ററിൻ്റെ പാൻറ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഷോക്സ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ സെറ്റപ്പോട് കൂടിയിട്ടാണ് കേട്ടോ കിച്ചണിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പം എല്ലാവരും പരസ്പരം കാണുമ്പോൾ പരസ്പരം പറയാനുള്ളത് ഈ ഒരു തണുപ്പിൻ്റെ വിശേഷം മാത്രമാണ് കേട്ടോ. അത്രയും തണുപ്പായിട്ടുണ്ട് ഇപ്പോൾ. തണുപ്പ് എന്ന് പറയുമ്പോൾ രാവിലത്തെ ഒരു തണുപ്പ് മാത്രമല്ല, ചില സ്ഥലത്തൊക്കെ ഈ കണ്ണൂർ അങ്ങനത്തെ സ്ഥലത്തൊക്കെ രാവിലെ കുറച്ച് സമയം തണുപ്പ്, പിന്നെ വെയിലും ചൂടും ഒക്കെ ആവുമല്ലോ. പക്ഷെ നമുക്ക് അങ്ങനെയല്ല കേട്ടോ, നമുക്ക് ഫുൾ ടൈം ഇപ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ, തണുപ്പ് തന്നെയാണ്. തണുപ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും നല്ല ഗാഢമായ തണുപ്പ് വരാനുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു കേട്ടോ. എന്താവോ എന്തോ. ശരിക്കും ഈ ഒരു തണുപ്പിൻ്റെ സമയത്തിലേ നമ്മൾ ക്രീം തേച്ചാലും എന്ത് തേച്ചാലും മുഖമൊക്കെ നന്നായിട്ട് ഡ്രൈ ആകുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു കാറ്റും ആ ഒരു തണുപ്പുള്ളത് കൊണ്ട് തന്നെ ശരീരമൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കും. നമ്മൾ എത്ര മോയ്സ്ചറൈസിങ് ക്രീമും കാര്യങ്ങളും എന്തൊക്കെ യൂസ് ചെയ്താലും അതിങ്ങനെ ഡ്രൈ ആയി പെട്ടെന്ന് പോകുന്നുണ്ട്. നമ്മൾ ചുണ്ടിലൊക്കെ അല്ലേ ഇടയ്ക്കിടെ ഇങ്ങനെ ഞാൻ ഈ നെയ്യ് ഒരല്പം എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കെയർ ചെയ്യുമ്പോൾ നല്ല പോലെ നിൽക്കും. ഇല്ല നമ്മളൊന്നിങ്ങനെ കെയർലെസ്സായി വിട്ട് കഴിഞ്ഞാൽ ചുണ്ട് പൊട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ തണുപ്പിന് എല്ലാവരും നന്നായിട്ട് ശരീരമൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുക കേട്ടോ. ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഇങ്ങനെ എണ്ണയൊക്കെ തേച്ചിട്ടുള്ള കുളിക്കുകയല്ലേ, വെളിച്ചെണ്ണ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അതൊക്കെ തേച്ചിട്ട് കുളിക്കുക. അങ്ങനെയൊക്കെ തന്നെ നമുക്ക് ആ ഒരു മോയ്സ്ചർ നമ്മൾ അങ്ങനെ ലോക്കാക്കി വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റാക്കിയിട്ട് വെക്കാൻ പറ്റുള്ളൂ. സോഫ്റ്റായിട്ടില്ലെങ്കിലും ആ ഒരു വരണ്ടതിലേക്ക് ഡ്രൈ ആയിട്ട് പോവാതെ, പൊട്ടുന്നതിലേക്ക് പോവാതെ നമ്മളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണമല്ലോ അതിനൊക്കെ. അപ്പോൾ ഇത് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് മധുരത്തിലൊരു കാപ്പിയോ ചായയോ കുടിക്കും കേട്ടോ. കാര്യം ആ ഒരു നമുക്ക് രാവിലെ എന്താ പറയുക കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. എന്നാലും ആ ഒരു ഉണർവും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ ചൂടുള്ള ഇങ്ങനത്തെ എന്തെങ്കിലും കഴിക്കണം കേട്ടോ. എന്നാലാണ് ചായയോ കാപ്പിയോ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ളൊരു മധുരത്തിൽ കുടിക്കും. ഇപ്പം എന്തായാലും ഒരു കുറച്ചൊരളവിൽ. ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പണിയൊന്നും മര്യാദയ്ക്ക് എടുക്കാനോ ഒന്നിനും ഒരു ഉഷാറുണ്ടല്ല, ആ ഒരു തണുപ്പ് അങ്ങ് വിട്ടുപോകില്ല. അപ്പോൾ ഞാനൊരു കാപ്പി ഉണ്ടാക്കിയിട്ടാണ് നമ്മളെ എന്താ പറയുക കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ആ കാപ്പി ഉണ്ടല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കിയെടുത്തു. അതാകുമ്പോൾ തൊണ്ടക്കുമൊക്കെ നല്ലൊരു സുഖം ഉണ്ടാവും രാവിലെ. പിന്നെ ഇന്നലെ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കല്ലുമ്മക്കായാണ് കേട്ടോ. അപ്പം അത് കുറച്ച് റെഡിയാക്കി വേവിച്ച് വെച്ചതുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇങ്ങനത്തതൊക്കെ ഉണ്ടെങ്കിലല്ലേ റഫീക്ക്, ഇപ്പം ഞാൻ മറന്നു പോയാലും കറക്റ്റായിട്ട് റഫീക്ക് ഓർമ്മിപ്പിക്കും കേട്ടോ. രാവിലത്തേക്ക് ഞാൻ ബ്രെഡ് ആക്കണോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങണോ പഴമാക്കണോ അതൊക്കെ എൻ്റെ മൈൻഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ ഇതില്ലേ എന്ന് കറക്റ്റായിട്ട് പറയും കേട്ടോ. അപ്പോൾ അത് മറന്നു പോകുന്നുള്ള പേടിയില്ല. അങ്ങനെ ചായ കുടിക്കലും തണുത്തിരിക്കലും കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് സമയം 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വേഗം നോക്കട്ടെ. കിച്ചണിൽ കൂടുതൽ സമയം നിന്നിട്ടുള്ള ഒരു പണിക്കും ഇപ്പം എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. ആ ഒരു ഓപ്പൺ ഏരിയയും കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഈ ഒരു സമയത്താണ് എനിക്ക് ഫീൽ ചെയ്യുക. കാര്യം കാറ്റടിച്ചിട്ട്
നമ്മളെന്തായാലും ആ കിച്ചണിൽ നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങേണ്ടി വരുമല്ലോ. നന്നായിട്ട് നല്ല തണുപ്പായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കിച്ചണിൽ ഇങ്ങനെ വാതിലടച്ചിരിക്കുമ്പോൾ അത്ര ഫീൽ ചെയ്യൂല. അപ്പോൾ ഇപ്പോഴാണ് ആ ഓപ്പൺ കിച്ചണിനെ കുറിച്ചുള്ളൊരു ഒരു ബുദ്ധിമുട്ട് എനിക്ക് ചെറുതായിട്ടെങ്കിലും ഫീൽ ചെയ്യുക ഈ ഒരു സമയത്ത്. അപ്പോൾ ഞാൻ ഈ നെയ്പ്പത്തിന് ഞാൻ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മളെ പത്തിരിപ്പൊടിയില്ലേ, നൈസ് പത്തിരിൻ്റെ പച്ചരിപ്പൊടി, വറുത്തായാലും വറുത്തിട്ടില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. അത് തിളച്ച വെള്ളത്തിൽ നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെ വാട്ടിയെടുക്കുക കേട്ടോ. അത്രേ ചെയ്തിട്ടുള്ളൂ. ഞാൻ കുറച്ച് ജീരകം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. തേങ്ങ ഒതുക്കുക അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ പൊടി ഒന്ന് വാട്ടി കുഴച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി കറി നോക്കട്ടെ, എന്നിട്ട് നമുക്ക് നെയ്പ്പത്തിരിയില്ല, അത് ചൂടോടെ ഉണ്ടാക്കിയെടുക്കുന്നല്ലേ നല്ലേ. അപ്പോൾ ഞാനൊരു ഈസി മുട്ടക്കറി ആട്ടോ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു, ഒരു സവാളേൻ്റെ പകുതി ഇട്ടാ, ഒരു വലിയ സവാളേൻ്റെ പകുതി, നമുക്ക് എരിവിനായിട്ടുള്ള ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ എരിവിന് പച്ചമുളകും കുരുമുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണോ, ഒരുപാടാവണ്ട കേട്ടോ, കറി ഉള്ളതിനനുസരിച്ച്. ഒരു ഭയങ്കരമായിട്ടുള്ള യെല്ലോ കളർ വേണ്ട, ഒരു ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ വേണ്ടത്. അതൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി മസാല ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഒന്ന് തിളച്ച് മസാല ഒന്ന് വെന്ത് വരട്ടെ, ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കറിക്കുള്ള അരപ്പ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഒരു ഈസി എഗ്ഗ് കറിയാണ് കേട്ടോ, രാവിലെ ഉണ്ടാക്കുന്ന ഒരു ഈസി കറി, അത്രേ ഇതിന് പറയാൻ പറ്റുള്ളൂ. ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വലിയ ജീരകം, 2 ടീസ്പൂൺ 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. വലിയ ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇവിടെ സ്പൂണ് ചെറുതാട്ടോ, അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ സവാളേൻ്റെ പകുതി എടുത്തില്ലേ, അതിൻ്റെ ബാക്കി പകുതി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു സവാളയാണ് നമുക്ക് വേണ്ടത്, ഒന്ന് വഴറ്റാനും ഒന്ന് തേങ്ങേൻ്റെ കൂടെ. എന്നിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മസാലയൊക്കെ വെന്ത് വന്നതിലേക്ക് ആ ഒരു തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തു. തേങ്ങ അങ്ങനെ ഫൈനായിട്ട് അരിയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് അരിഞ്ഞ് കിട്ടിയാൽ മതി. കറി ഒരുപാട് അങ്ങ് തിളച്ച് പോകരുത് കേട്ടോ. ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എഗ്ഗ് പുഴുങ്ങി, ഞാൻ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്, അത് വെച്ച് കൊടുത്തു. ഇനി മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറി ഇങ്ങനെ തിളച്ച് പൊങ്ങി മറിഞ്ഞ് അങ്ങനെയൊന്നും ആവണ്ട, ജസ്റ്റ് ഇങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്കും ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കറീൻ്റെ തിളച്ച് പോയി കഴിഞ്ഞാൽ ആ ഒരു കറീൻ്റെ ഒരു ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. അങ്ങനെ ചെയ്യണ്ട. അപ്പോൾ ഇത്ര മതി കേട്ടോ, നമ്മളെ എഗ്ഗ് കറി, നമ്മളെ ഈസി പീസി എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെയ്പ്പത്തിരിയും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ടെന്ന്. അപ്പോൾ വീട് മാത്രമല്ല, നമുക്ക് പരിസരവും കൂടെ നല്ല ക്ലീൻ ആയിട്ടിരിക്കണ്ടേ. ഇടയ്ക്കെങ്കിലും നമുക്കൊന്ന് നീറ്റാക്കി വെച്ചാൽ പിന്നെ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതിയാവും. അപ്പോൾ ഇന്ന് ചെടികളിലും മുറ്റത്തൊക്കെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ കല്യാണിച്ച് വന്നിട്ടുണ്ട്, കല്യാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെയ്പ്പത്തിരിയും കൂടെ ഉണ്ടാക്കിയിട്ട് റഫീഖക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, അതുപോലെ തന്നെ നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ ആക്കിയിട്ട് ഞാനും കൂടെ ജോയിൻ ചെയ്തിട്ട് രണ്ടാളും കൂടെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നത്. ഞാൻ പത്തിരിക്ക് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അത് ചൂടോടെ ചുട്ടെടുക്കുക. തിളച്ച എണ്ണയിലിട്ടിട്ട് സാധാരണ നമ്മൾ നെയ്പത്തിരി ആക്കുന്ന പോലെ ചുട്ടെടുക്കുക. 2 ഭാഗവും ഗോൾഡൻ കളർ ആക്കിയെടുക്കുക. അല്ലെങ്കിൽ ചിലർക്ക് ഇത് നമ്മളെ വയനാട് സ്പെഷ്യൽ നെയ്പത്തിരി തന്നെയാണ് കേട്ടോ. ഇത് പെട്ടെന്ന് ഇപ്പോൾ നമ്മളെ വീട്ടിലിപ്പോൾ അളിയന്മാരൊക്കെ വരില്ലേ, അങ്ങനെ ഇപ്പം എൻ്റെ വീട്ടിലാണ് ഞാനിത് കൂടുതൽ കണ്ടിട്ടുള്ളത്. നമ്മളെ ഭാഗത്ത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ പേടത്തിനെ കെട്ടിച്ച് അങ്ങനെ അളിയൻ അവരൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കുക. നമ്മൾ ബേക്കറി അല്ല കേട്ടോ കൊടുക്കുക, ഈ ഒരു സംഭവമാണ് വേഗം ഉണ്ടാക്കി കൊടുക്കുക. ഇതും ചിക്കൻ മുളകിട്ടത് അല്ലെങ്കിൽ ബീഫ് കറി അങ്ങനെ എന്തും ആവാം, പക്ഷേ ഇതിൻ്റെ കോംബോ വരുന്നത് ചിക്കൻ മുളകിട്ടതും ഇതുമാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളൊരു വയനാടൻകാരുടെ ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ ഇത്. എളുപ്പമാണ്, അവർക്ക് നൈസ് പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല ചൂടോടെ ഇങ്ങനെ ചുടുമ്പോൾ തന്നെ ഇരുന്ന് കഴിക്കാൻ അടിപൊളിയാണ്. ഇത് കറീൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പോയിക്കോളും. ഒരുപാട് കട്ടി വേണ്ട, ഒരുപാട് തിന്നായിട്ടും പോകണ്ട, അതിൻ്റെ ഇടയിലുള്ളൊരു ആ ഒരു ലെവലിൽ ചുട്ടെടുത്താൽ മതി കേട്ടോ. ചൂടോടെ എണ്ണയിൽ തിരിച്ചും മറിച്ചിട്ടെടുക്കുക. ഒരുപാട് കട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും കൂടെ ഒതുക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ വെറുതെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ചെയ്യുക. നിങ്ങൾ ടേസ്റ്റിന് അനുസരിച്ച് വലിയ ജീരകമോ ചെറിയ ജീരകമോ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലരിതിൽ കറിവേപ്പിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് കാണലുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ നമുക്ക് വെറൈറ്റി ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, എല്ലാവരും റഫീഖ ഡ്യൂട്ടിക്കൊക്കെ പോയി. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച്
ഇത് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ഇൻ്റർലോക്കില്ലേ ഇതുപോലെ ഈ മഴ ഇങ്ങനെ നിൽക്കാതെ കുറേ നാളായതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പിലൊക്കെ ഇങ്ങനെ കള കള വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പറിച്ചെടുത്താൽ കിട്ടും, പക്ഷേ ഇപ്പോൾ കുറച്ച് അധികമായിട്ടോ, കുറച്ചായിട്ട് നമ്മൾ മുറ്റത്തേക്കൊന്നും അങ്ങനെ വലിയ ക്ലീനിങ്ങും പരിപാടിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ റഫീഖയും ഞാനും നിന്നിട്ട് ഇത് കുറച്ചായിട്ട് അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് പോവാണ് കേട്ടോ ചെയ്യുക. ഇതിപ്പോൾ റഫീഖക്ക് നടുവേദന ആയപ്പോൾ പിന്നെ അങ്ങനെ കുറേ നമുക്ക് 2 മാസത്തോളം അതിൻ്റെ ഒരു ഇതായിട്ട് അങ്ങനെ പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ വന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ചില ഏരിയയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ അതിനിടക്ക് കല്യാണിച്ചി ഒന്ന് അവർക്ക് എന്തോ തൊഴിലുറപ്പിന് എഴുതി കൊടുക്കാനുള്ള അങ്ങനെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തിരിച്ച് വന്നു കേട്ടോ. അതിന് ശേഷം ഞാനും കൂടെ ജോയിൻ ആയി. ഇപ്പോൾ 2 ആളും കൂടെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ വേഗം തീരുമല്ലോ. അങ്ങനെ അതുണ്ട്. പിന്നെ പുല്ലിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഈ ഒരു പച്ചപ്പ് നിൽക്കുന്ന സംഭവമല്ലേ, അതൊക്കെ ഇങ്ങനെ വരണ്ടി എടുക്കണം. ഈ കോൺക്രീറ്റ് ഏരിയയിലൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ വരണ്ടി ഒന്ന് വൃത്തിയാക്കുക. പിന്നെ ആന്തൂറിയം വെച്ച ആ ഒരു ഏരിയയില്ലേ, അതൊക്കെ ഒന്ന് മാറ്റി. നമ്മൾ കഴിഞ്ഞ മഴേൻ്റെ സീസണിൽ അതിൻ്റെ മുമ്പ് വെച്ചതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി അവിടെയൊക്കെ ഈ ഒരു പൂപ്പലല്ല ഒരു പച്ചപ്പ് സംഭവം വരില്ലേ, അതൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞ് തിരിച്ചങ്ങോട്ടേക്ക് തന്നെ എടുത്ത് വെക്കുക. അങ്ങനത്തെ ഒരു ക്ലീനിങ് പരിപാടി കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കുക. ചട്ടിയൊക്കെ മാറ്റി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അതുപോലെ തന്നെ മെയിനായിട്ട് ഈ ഇൻ്റർലോക്കിൻ്റെ ഉള്ളിലാണ് കേട്ടോ കള വന്നിട്ട്. അത് നമ്മളിത് വേഗം പറിക്കാൻ കിട്ടും, കാരണം ഇൻ്റർലോക്കിൻ്റെ അടിയിൽ നമ്മളിത് കോൺക്രീറ്റും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ കള വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ചിലരുടെ ഇൻ്റർലോക്കിൽ ഇങ്ങനെ കള കയറിയിട്ട് പുല്ലൊക്കെ വളർന്ന് പറിക്കാൻ കിട്ടാതെ അങ്ങനെ ഉണ്ടാവില്ല. കാര്യം ഇതിൻ്റെ അടിയിൽ നമ്മളത് കോൺക്രീറ്റ് ഉണ്ട്. അപ്പോൾ ഈ ആ ഒരു ഗ്യാപ്പിലുള്ള മണൽ, ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ ചെന്ന് നിൽക്കുന്ന മണൽ അതിൽ വളരുന്ന കളയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ പോരുന്നതേ ഉള്ളൂ കേട്ടോ. കിട്ടാത്ത അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ല. അടിയിൽ ഞാൻ പറഞ്ഞു, അടിയിൽ ആ ഒരു കോൺക്രീറ്റ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അത് അത്ര ബുദ്ധിമുട്ടില്ലാത്തത്, കാടും കാര്യങ്ങളൊന്നും അധികം വരാത്തത്. ചില ഇൻ്റർലോക്കിലൊക്കെ കാണാം ഇങ്ങനെ പുല്ലൊക്കെ കയറി പിടിച്ചിട്ട് ഇങ്ങനെ പറിച്ചിട്ട് കിട്ടാത്ത ആ ഒരു ഇതുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടായില്ല. നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതല്ല. ആദ്യം നമ്മൾ കോൺക്രീറ്റ് ചെയ്തു, പിന്നെയാണ് നമ്മൾ റിനോവേഷൻ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇൻ്റർലോക്കഡ് ആ ഒരു ഇത് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. പക്ഷെ അതെന്തായാലും നന്നായി കേട്ടോ. അത്രയും കളയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ഏരിയയിലെ ആന്തൂരൊക്കെ എടുത്ത് അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാണ് കേട്ടോ, ഈ ഒരു അതിൻ്റെ ഇടയിലൊക്കെ പുല്ലുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ മണലൊക്കെ ഇങ്ങനെ പോയിട്ട് മഴക്കാലത്ത് നമ്മൾ ലാസ്റ്റ് ഇത് നന്നാക്കുന്നതാണ്. എന്തായാലും അവിടെ അങ്ങനെ കുറച്ചിങ്ങനെ അടിയും. അപ്പോൾ അവിടെയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുക്കണമെങ്കിൽ ഈ ചട്ടിയൊക്കെ സ്റ്റാൻഡൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഓരോ ഭാഗത്തു നിന്നായിട്ട് മാറ്റി മണ്ണിളക്കി, ചട്ടിയിലൊക്കെ മണ്ണിളക്കി അങ്ങനെ വെക്കുകയാണ് കേട്ടോ. പിന്നെ ബോഗൺവില്ലയിൽ കല്യാണിച്ചി കള പറിച്ച് മണ്ണിളക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ സീസണിൽ ഫസ്റ്റ് ചെയ്തതാ. ഇപ്പോൾ വീണ്ടും കളയായി, ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ ഞങ്ങൾ 2 ആളും കൂടെ ചെയ്തു. ഇനി കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട് ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 സൈഡിലും ഇല്ലേ, 2 സൈഡിലും കൂടെ ഉണ്ടായിരുന്നു. ഒരു സൈഡിൽ ഏകദേശം കഴിഞ്ഞു, ഇനി ഒരു സൈഡിലും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇനി ഫുഡും കൂടെ ആക്കട്ടെ എന്ന്. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞു. ഫ്രണ്ടിൽ ഇൻ്റർലോക്ക് കുറച്ച് കഴുകാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുളിയൊക്കെ തീർത്തിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഭയങ്കരമായിട്ടുള്ള ലഞ്ചൊന്നുമില്ല, ഒന്ന് പെട്ടെന്നാക്കിയെടുക്കുന്ന ഒരു ലഞ്ച് എന്തെങ്കിലും ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് അയിലമീനുണ്ട്, അപ്പോൾ അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് തേങ്ങയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് വലിയ ജീരകം, ഇന്ന് ഞാൻ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ജീരകം, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടൊന്ന് അരച്ചെടുത്തതാണ്. അരപ്പ് ചേർത്ത് കൊടുത്തു. അതിലേക്ക് ചെറിയ കഷ്ണം തക്കാളി ചേർത്ത് കൊടുത്തു. ഞാനിപ്പോൾ കുടംപുളിയാണ് കേട്ടോ എടുത്തത്. 2 പീസ് കുടംപുളി. നിങ്ങൾക്ക് വാളംപുളിയാണ് ഈ സമയത്ത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒരു 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഫ്ലെയിം ഓണാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എത്രയാണോ ലൂസ് വേണ്ടത് അതനുസരിച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക, ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏത് മീനും നിങ്ങൾക്ക് ഇതുപോലെ കറി വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. എന്നാൽ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയുമാണേ. ഞാൻ മീൻ കറിയായാലും എന്ത് കറിയായാലും എൻ്റെ ഒരു ഇതിനനുസരിച്ചാണ് കേട്ടോ വെക്കുക. ആരും പറഞ്ഞു തന്നതോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് അപ്പം തോന്നണേ എങ്ങനെയാണ് ആ ഒരു രീതിയിൽ അങ്ങ് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് മീൻ കറി കഴിച്ചാലും നമ്മൾ വെക്കുന്ന ഇതിൽ മാറ്റം വരുത്തിയാൽ ചില ടേസ്റ്റിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. അതെനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി മീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അരപ്പൊന്ന് വെന്ത് വരട്ടെ. അതുപോലെ മീനൊന്ന് വെന്ത് വരുന്ന സമയം അത്ര വേണ്ടു കേട്ടോ. എന്നിട്ട് നമുക്ക് വറവ് ഒഴിച്ചെടുത്താൽ മതി.
ഇനിയിപ്പോൾ ഇതാ കുറച്ച് ഉപ്പേരിയും കൂടെ ആക്കിയിട്ട് എടുക്കട്ടെ. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചെടുത്തു. ഇന്ന് കൈപ്പക്ക ഉപ്പേരിയാണ് കേട്ടോ ആക്കിയിട്ടെടുക്കുന്നത്. എനിക്ക് കൈപ്പക്ക മെഴുക്ക് വരട്ടി വേണമെങ്കിൽ പറയാം. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഈ ഒരു കൈപ്പക്കയും കൊണ്ടുള്ള ഉപ്പേരി. ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി കൂടെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ജസ്റ്റ് ഒന്ന് സവാള ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയേ, ചെറുതായിട്ട് കേട്ടോ. നമ്മൾ കൈപ്പക്കേൻ്റെ കൂടെ നിന്ന് വേവാനുള്ളതാണ്. ഇനി കൈപ്പക്ക ചെറുതായിട്ട് കട്ട് ചെയ്തത്, കഴുകി ക്ലീൻ ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളകല്ല കേട്ടോ, നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് ചതച്ചത്, ഉണക്കമുളക് ചതച്ചത്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ, വെള്ളം ഒഴിക്കുകയേ ചെയ്യരുത്, വെള്ളം ഒട്ടും ഒഴിക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുക്കാക്കി എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ ഒരു കയ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ വിട്ടേക്കുക, ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കട്ടോ. കയ്പക്കേൻ്റെ കയ്പ് ഇഷ്ടമില്ലാത്തവർ കുട്ടികൾക്കാണെങ്കിൽ പോലും ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചോറിൻ്റെ കൂടെ കയ്പക്ക ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ലൈറ്റ് കയ്പക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ മീൻകറിയും കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുറത്തും കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നല്ല സമയമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 മണിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. സാധാരണ ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തലേ ദിവസം എന്തെങ്കിലും കറി എന്തെങ്കിലും ആക്കി വെക്കും, അല്ലെങ്കിൽ രാവിലെ തന്നെ ആ ഒരു കുക്കിംഗ് പരിപാടി അങ്ങ് തീർത്ത് വെച്ചിട്ട് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യുക. ഇന്നിപ്പോൾ കല്യാണിച്ചിക്ക് തൊഴിലുറപ്പിൻ്റെ പണി ഇല്ലാത്തത് കൊണ്ട് ആ ഗ്യാപ്പിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കുറച്ച് വൈകിയത്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ പറ്റിയത്. ഇല്ലെങ്കിൽ മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു കുളമായ ദിവസമാവുമായിരുന്നു. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട് അതില്ലാത്തത് കൊണ്ട്. പിന്നെ നമ്മളെ നല്ല അയിലക്കറിയും നമ്മളെ കൈപ്പക്ക മെഴുക്ക് വരട്ടിയും അതുപോലെ തന്നെ കാന്താരി ഉണ്ട്, കണ്ണിമാങ്ങ അച്ചാറുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. എപ്പോഴും നമ്മൾ വീടിൻ്റെ അകം ശ്രദ്ധിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ വീടിൻ്റെ പുറം ഭാഗവും ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത്, ഇടയ്ക്കൊന്ന് ഒതുക്കി പെറുക്കി ക്ലീൻ ചെയ്തിട്ടൊക്കെ വെക്കണം കേട്ടോ. വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി, അതുപോലെ തന്നെ വെള്ളം നിൽക്കുന്ന പാത്രങ്ങൾ, ബക്കറ്റ്, കപ്പ്, ചിരട്ട അതൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി അങ്ങനെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓരോ ഭാഗത്തേക്ക് വീടിൻ്റെ നിറച്ച് വെക്കാതെ ഒരു സൈഡിലേക്ക്, ഏതെങ്കിലും സൈഡിലേക്കൊക്കെ മാറ്റി ക്ലീനാക്കി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ചെടിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ക്ലീനും കാര്യങ്ങളും ഒതുക്കി പെറുക്കിയിട്ടും ഒക്കെ അല്ലേ നമ്മൾ വെക്കുക. അതുപോലെ തന്നെ ആയിരിക്കണം കേട്ടോ നമ്മളെ വീടിൻ്റെ പരിസരവും. അരിപ്പൊടി വാങ്ങും, ലേശമാണ് 3 മണിക്ക് കഴിച്ചത്. എന്നിട്ട് അത് ദോശ കലക്കി വയ്ക്കുന്നു. അങ്ങനെ 2 കവർ 2 കൊണ്ടുവന്നിട്ട് 50 10 നിൽക്കും ചപ്പാത്തി. ചപ്പാത്തി വേണം ഇപ്പോൾ പിന്നെ നോക്കിയില്ല. സുഗർ ചോറല്ലേ? അപ്പോൾ അങ്ങനെ കല്യാണീച്ചിനെ കുറച്ച് കത്തിയൊക്കെ കേട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം കല്യാണീച്ചി പോയി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഗേറ്റൊക്കെ കഴുകി, പോർച്ചൊക്കെ കഴുകി, മുറ്റം ഒരു സൈഡൊക്കെ ചെളി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ നമ്മൾ കഴുകി
ചെടിയൊക്കെ എല്ലാ ഭാഗത്തും നല്ല സെറ്റാക്കിയിട്ട് വെച്ചു. 2 സൈഡും ക്ലീൻ ആക്കിയിട്ടാണ് നിങ്ങൾ കണ്ടു നോക്ക്. ഇനിയിപ്പോൾ വെയിലിറക്കുന്നതനുസരിച്ച് നമ്മൾ അടിച്ചുവാരി റെഡിയാക്കും കൂടെ ചെയ്ത് ആ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നല്ല ക്ലീനായിട്ട് തന്നെ നല്ല നീറ്റായിട്ട് പോയി കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ മഴ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു വീടിൻ്റെ പരിസരം ക്ലീനിങ് ഇന്നത്തോടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ നമ്മൾ വീട് പോലെ തന്നെ വീടിൻ്റെ പരിസരവും നല്ല നീറ്റായിട്ട് തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.